അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേപ്പാടിയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന അപകടത്തിൻ്റെ 5-ാം ദിവസമാണെന്ന്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് 340 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 200 പേരും ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. മുണ്ടക്കൈ ജുമാ മസ്ജിദ് ഖത്തീബായിരുന്ന ഷിഹാബ് ഫൈസിയെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോഴും നവീന മാധ്യമങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അവരുടെ നല്ല കാര്യങ്ങൾ പറയുന്നത് പോലും ഇബാദത്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഷിഹാബ് ഫൈസിയുടെമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, ഒരു ഷിഹാബ് ഫൈസി മാത്രമല്ലല്ലോ മരണപ്പെട്ടത്, എത്രയോ ആളുകൾ മരണപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ശരിയാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 340ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇന്ന് അറിയാൻ സാധിച്ചത്. പക്ഷേ ഷിഹാബ് ഫൈസിയെ പറയുമ്പോൾ അദ്ദേഹം ഒരു മുണ്ടക്കൈ ജുമാ മസ്ജിദിലെ ഒരു ഖത്തീബായിരുന്നു. ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മഹല്ലാണ് മുണ്ടക്കൈ ഏരിയ. അപ്പോൾ ആ മുണ്ടക്കൈ ജുമാ മസ്ജിദിലെ ഏക ജുമാ മസ്ജിദിലെ ഒരു ഖത്തീബ് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തുള്ള ആളുകളെ എല്ലാം അദ്ദേഹത്തിന് അറിയാം. കൂടാതെ ആ ഏരിയയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഷിഹാബ് ഫൈസിയെയും അറിയാം. ഷിഹാബ് ഫൈസിയുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ സാധിച്ചു. അത് ഇപ്രകാരമാണ്: വയനാട്ടിലേക്ക് വെറുതെ വണ്ടിയോടിച്ചു വരുന്ന ദിവസങ്ങളിൽ നെല്ലിച്ചോടെന്ന് വിളിച്ച് വിരുന്നൂട്ടാൻ ഇനി നീയില്ലല്ലോടാ. മുണ്ടക്കൈ മസ്ജിദിൻ്റെ വരാന്തയിൽ വർത്തമാനം പറഞ്ഞിരുന്ന വൈകുന്നേരങ്ങൾ, നേരമിരട്ടും മുമ്പ് ചുരമിറങ്ങണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇന്നിവിടെ കൂടാമെന്ന സ്നേഹ സൗഹൃദത്തിൻ്റെ സമ്മർദ്ദങ്ങൾ, പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുടെ പങ്കുവെക്കലുകൾ, നീ സമ്മാനമായി തന്ന അത്തർ കുപ്പികൾ. വയനാട്ടുകാർ വേറിട്ട മനുഷ്യരാണ്, സ്നേഹക്കുളിരിൻ്റെ കോട കൊണ്ട് ഹൃദയം പൊതിയുന്നവർ. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ മറവിക്ക് വിട്ടുകൊടുക്കാത്ത വിധം സൗഹൃദം അപ്ഡേറ്റ് ചെയ്യുന്നവർ. ഓർക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ പിന്നെ നമ്മളാ വീട്ടാരാണ്. ഷിഹാബെ, അമർത്തിയടച്ചിട്ടും അനുവാദമില്ലാതെ എൻ്റെ കണ്ണ് നിറയുന്നടാ. കേട്ടത് സത്യാവരുതേന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞ് പറഞ്ഞിട്ടും പടച്ചോൻ കേട്ടില്ല. നിലമ്പൂരിലെ മോർച്ചറിയിൽ നീയുണ്ടെന്നറിഞ്ഞപ്പോൾ മരവിച്ച് പോയതാണ് ഞാൻ. അവസാനമായി കണ്ടപ്പോൾ തലയിലും താടി രോമങ്ങളിലും പടർന്ന വെള്ളി നൂലുകളെ നോക്കി നീ പറഞ്ഞില്ലേ, നെല്ലിച്ചോടും നരച്ചൂന്ന്. 40 കഴിഞ്ഞ മനുഷ്യൻ്റെ മേനിക്ക് മയ്യത്തിൻ്റെ മണമാണെന്ന എൻ്റെ പ്രതികരണത്തിന് പ്രാർത്ഥനയായിരുന്നല്ലോ നിന്റെ മറുപടി. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് തരട്ടേന്ന്. എന്നിട്ട് നീ ആദ്യമങ്ങ് പോയി. ദൂരേക്ക് നോക്കി നമ്മൾ ആസ്വദിച്ച പ്രകൃതി തന്നെ നിന്നെ വിളിച്ചോണ്ടുപോയി. ഇവിടെ ഇരുന്ന നിനക്ക് കുറെ കവിത എഴുതാന്ന് ചായത്തോട്ടങ്ങളെ നോക്കി നീ പറഞ്ഞതും, ഈ നാടിൻ്റെ കുളിരി പോലെയാണ് എൻ്റെ അക്ഷരങ്ങളെന്ന് എൻ്റെ എഴുത്തിനെ പ്രശംസിച്ചതും, എന്താ ഇപ്പോൾ തീരെ എഴുതാത്തതെന്ന് പരിഭവപ്പെട്ടതും, ഓർമ്മകൾ കലങ്ങി മറഞ്ഞൊഴുകുന്നു എന്നുള്ളിൽ. മഹല്ല് നിവാസികൾക്ക് ആദരണീയനായ പണ്ഡിതൻ, കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഉസ്താദ്, സൗമ്യത കൊണ്ട് ചേർത്ത് പിടിക്കുന്ന സഹൃദയൻ, കല്ലും ചെളിയും വേരും മരവും കലർന്ന കലക്കുവെള്ളത്തിൽ ഒഴുകിയൊഴുകി മരണത്തെ പുണർന്നവനെ, സ്വർഗലോകത്തെ അരുവികളുടെ തീരത്ത് വെച്ചെൻ്റെ കൂട്ടുകാരനെ കാണിച്ചു തരണേ റഹീമേ. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ലത്തീഫ് നെല്ലിച്ചോട് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണത്. സത്യം പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സിങ്ങനെ എന്താ പറയുക, മനസ്സ് പൊട്ടണം. അത്രക്ക് നമ്മൾ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ട് പോലും നമ്മൾക്ക് ഇത്ര വിഷമമുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകളുടെ വിഷമം എത്രത്തോളമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.